ഭരണമാറ്റം പ്രഖ്യാപിച്ച എക്സിറ്റ് പോൾ സർവേയുടെ ആവേശത്തിലാണ് UDF ക്യാമ്പ്. പുതുവക യാത്രയും 5ന് ഇന്ദിരാ ഗ്യാരണ്ടിയും വിധി നിർണായകമായെന്ന് KPCC വിലയിരുത്തുന്നു. സണ്ണി ജോസഫിന്റെ പ്രതികരണം കേൾക്കാം ആദ്യം. കോൺഗ്രസിന്റെ ഗ്യാരണ്ടി സ്കീമുകൾ അത് UDFന്റെ ഗ്യാരണ്ടി സ്കീമുകളായിട്ട് ജനങ്ങൾ അതിനെ ഉൾക്കൊണ്ടു. പ്രതിപക്ഷ നേതാവ് നയിച്ച പ്രതിപക്ഷ നേതൃനിര ഒന്നാകെ പങ്കെടുത്ത പുതുയുഗ യാത്രയ്ക്ക് ജനങ്ങൾ അതിഗംഭീരമായ ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് നൽകിയത്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ UDFന് നല്ല വിജയസാധ്യതയാണ് ഞങ്ങൾ കണക്കൂട്ടിയത്. ഇന്നലെ എക്സിറ്റ് ഫലങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അത് ശരിവെക്കുന്ന എക്സിറ്റ് ഫലങ്ങളാണ്. അതിനെയും ഞങ്ങൾ വിലയിരുത്തുന്നു. കോൺഗ്രസ് കണക്കാക്കിയ 80 സീറ്റ് തന്നെയാണ് എക്സിറ്റ് പോളിലും കാണുന്നതെന്ന് K മുരളീധരൻ പറഞ്ഞു. എക്സിറ്റ് പോളുകൾ പൂർണ്ണമായിട്ടും ശരിയാണെന്നാണ് ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ്. അതുകൊണ്ട് UDFനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റും എക്സിറ്റ് പോളിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ രണ്ടും ഏതാണ്ട് തുല്യമാണ്. ടീം UDF എന്നുള്ള ആശയത്തിനുള്ള പിന്തുണയാണ്. അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ടീം UDF എന്ന് പറയുന്നത്. എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട്. LDF തീരുമാനിച്ച സത്യപ്രതിജ്ഞാ പന്തലിൽ UDF മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസൻ പറഞ്ഞു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ ഒന്നും നടക്കുന്നില്ലെന്നും ചർച്ചകൾ നടക്കുന്നത് മാധ്യമങ്ങളിലാണെന്നും ഹസൻ കൂട്ടിച്ചേർത്തു. സത്യപ്രതിജ്ഞയ്ക്ക് LDF പന്തലിടാൻ തീരുമാനിച്ചു. ഏതായാലും ആ പന്തലിൽ UDFന്റെ മന്ത്രിമാരായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് എന്ന് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ ആളുകൾക്ക് മനസ്സിലായല്ലോ. ഗോവിന്ദൻ മാഷ് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. പിണറായി വിജയൻ വിശ്വസിക്കുന്നതും അതാണ്. അവരധികാരത്തിൽ മടങ്ങി വരും. അതില്ല എന്നുള്ളത് ഇന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതൊരു ചർച്ചയേ ഇല്ല. ചർച്ച നടക്കുന്നത് മാധ്യമങ്ങളിലാണ്. എക്സിറ്റ് പോൾ ഫലം ആത്മവിശ്വാസം നൽകുന്നതാണെന്നാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം. UDF തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നത് നല്ല ഭൂരിപക്ഷം ഉണ്ടാകുന്നുള്ള, കേവല ഭൂരിപക്ഷത്തിനൊക്കെ അപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. ആ ഒരു പ്രതീക്ഷയിലേക്ക് എക്സിറ്റ് പോൾ വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷ ഇതിലും കൂടുതൽ വിജയം UDFന് അവകാശപ്പെട്ടതാണ്. അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് 4-ാം തീയതിയിലെ യഥാർത്ഥ പോളിംഗ് ഫലം വരുമ്പോൾ അത് വ്യക്തമാവും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ബിനിൽ ഇലാസാബോണ്ട് വിവരങ്ങൾ നൽകാൻ. ബിനിലെ എക്സിറ്റ് പോൾ വരുന്നതിന് മുൻപ് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ UDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. 100-നടുത്ത സീറ്റുകൾ നേടുമെന്ന് പലപ്പോഴും നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത് നമ്മൾ കേട്ടു. എന്നാൽ എക്സിറ്റ് പോൾ വന്നതിന് ശേഷം ആ ആത്മവിശ്വാസം കൂടുതൽ ആവേശത്തിലേക്ക് എത്തിയിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് UDF ക്യാമ്പ് എക്സിറ്റ് പോളിനെ കാണുന്നത്? എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? അരുണ്യ, ഉയർന്ന പോളിംഗ് ശതമാനം തന്നെ UDFന് കോൺഗ്രസിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അധികാരത്തിലേക്ക് 10 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നുവെന്ന ഫീലായിരുന്നു കോൺഗ്രസിനും UDF ക്യാമ്പിന് ഒന്നാകെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് വോട്ടെടുപ്പിന് പിന്നാലെ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായത്. 3 പ്രധാനപ്പെട്ട നേതാക്കളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. KC വേണുഗോപാൽ മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തി. അവിടെ നിന്ന് മുഖ്യമന്ത്രിയാകുമെന്നാണ് വാർത്തകൾ പുറത്തു വന്നത്. അതോടൊപ്പം തന്നെ 5 വർഷം നയിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നുവെന്ന് അത്തരം വാർത്തകൾ വരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിനായി പലയിടത്തും ഫ്ലെക്സുകൾ ഉയരുകയും ചെയ്തതാണ്. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് വേണ്ടി ഒരു വലിയ ആർട്ടിക്കിൾ തന്നെ, ഒരു പരസ്യം തന്നെ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വരികയും ചെയ്തു. അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ അനുയായിക്കെതിരെ KPCC ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നു. കാരണക്കടയിൽ നോട്ടീസ് അടക്കം നൽകുകയും ചെയ്തതാണ്. അങ്ങനെ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നത്. അതിൽ 10 എണ്ണം വന്നതിൽ ഭൂരിഭാഗവും ഏകദേശം എല്ലാം തന്നെയും UDFന് അനുകൂലമായി നിൽക്കുന്നതാണ്. എന്നാൽ വലിയ ഒരു ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. ആക്സിസ് മൈൻഡ് മാത്രമാണ് 90 സീറ്റുകളിലെങ്കിലും പ്രവേശിച്ചത്. ബാക്കിയെല്ലാം ഇഞ്ചോടിഞ്ച് പോരാട്ടമെങ്കിൽ കൂടി UDFന് വലിയ ആത്മവിശ്വാസം പകരുന്നതാണ് ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ. എന്തായാലും ഇനി ഫലം വരാൻ 3 ദിവസം മാത്രമാണ് ബാക്കി. 4-ാം തീയതിയാണ് ഫലം വരുന്നത്. അന്നേക്ക് വരുമ്പോൾ കൃത്യമായി തന്നെ വലിയൊരു മാർജിൻ ജയിക്കാൻ കഴിയുമെന്നാണ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് നിലവിൽ പറഞ്ഞ 90 സീറ്റുകൾ മാത്രമല്ല, അതിന് മുകളിലേക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും അനുകൂലിക്കുകയാണ്. നേരത്തെയൊക്കെ കഴിഞ്ഞ തവണയൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളിക്കളഞ്ഞപ്പോൾ ഇത്തവണ അംഗീകരിക്കുകയാണ്. ഇപ്പറയുന്ന 80 സീറ്റുകളല്ല, അതിന് മുകളിലേക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് UDF ക്യാമ്പിന് ആകെയുള്ള ഒരു പ്രതീക്ഷ. എന്തായാലും ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി വന്നതോടെ ആത്മവിശ്വാസം കൂടിയിരിക്കുകയാണ് UDF ക്യാമ്പിൽ. ബിനിൽ ഇലാസാബാണ് വിവരങ്ങൾ നൽകിയത്.